ഹലോ ഗൈസ്, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണല്ലേ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്? ഹയാപ്പിക്ക് ആ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് അറിയില്ല കേട്ടോ. സത്യത്തിൽ എനിക്കും അറിയില്ല. ഞങ്ങൾ ഒരു ദിവസം സീസണിൽ പോയപ്പോൾ ആ ഷോപ്പിൽ നിന്ന് പൊക്കിയതാണ്. പൊക്കിയെന്ന് വെച്ചാൽ അടിച്ചു മാറ്റിയതല്ല, ഞങ്ങൾ വാങ്ങിച്ചു. എന്താണ് ഐറ്റം എന്നൊന്ന് കാണണ്ടേ? സംഭവം കാണിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, ഓപ്പൺ ആക്കി കൊടുക്കടാ. ഓക്കെ, ആളൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത് കാണിച്ചു തരുന്നതാണ്. ഇതാണ് നമ്മളുടെ ഐറ്റം. നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കും അറിയില്ല കേട്ടോ ഈ മെറ്റീരിയൽ എന്താണെന്നുള്ളത്. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കണ്ടോ, പഞ്ഞി പോലെ. ഇതിൻ്റെ ഉള്ളിലില്ലേ ചെറിയ കമ്പിയുണ്ട് കേട്ടോ. ആളപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കണത് ഇങ്ങനെ വളക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സംഭവം എടുത്ത് കാണിച്ചു തന്നത്. ഇതാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ്, വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ നേർത്ത കമ്പിയാണ് കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. കണ്ടോ, ഇതപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നല്ല ഫ്ലെക്സിബിളാണ് സംഭവം. കണ്ടോ, ഇങ്ങനെ ഒടിക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ? ഹയാപ്പി കാണണ്ടേ? കാണിച്ചു കൊടുക്കണ്ടേ? യെസ്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഹയാപ്പി കാണിച്ചു തരേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിന് കുറച്ച് ഐറ്റംസ് വേറൊക്കെ വേണം കേട്ടോ. എന്നിട്ടൊക്കെടാ, ഓക്കെ, ഗ്ലൂ വേണം, സിസേഴ്സും വേണം, ഒരു പെന്നും കുറച്ച് മുത്തും. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായി കാണിച്ചു തരാൻ ഒരു 3-4 മുത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഏത് ഷെയ്ഡാണ് ഹയാബിക്ക് ഏറ്റവും ഇഷ്ടം? ഏതിഷ്ടം പറയ്. ഓക്കെ, റെഡ് ഷെയ്ഡ് വെച്ചിട്ട് അപ്പോൾ ഹയാപ്പി ഉണ്ടാക്കാൻ പോവാ കേട്ടോ ഫ്ലവർ. ഓക്കെ, ഒരു കളർ കൂടി എടുക്കടാ. റെഡിന് മാച്ച്. ഓക്കെ, അതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ആ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡും കുഴപ്പമില്ല. അത് രണ്ടും മാച്ചായിട്ട് ചെയ്യാം കേട്ടോ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, മടങ്ങി കിട്ടുന്നില്ലേ? ഇങ്ങനെ മടക്കാട്ടാ. ഇനി എന്താ ചെയ്യാ? അപ്പം എങ്ങനെയുണ്ട്? ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ ഞെക്കല്ലേ? ഓ, അങ്ങനെ. ഇതുപോലെ ആദ്യം ഇങ്ങനെ ഞെറിഞ്ഞ പോലെ മടക്കാം. കണ്ടോ അതിനെ? ഹാപ്പി ഇതിനെ കാണുമ്പോൾ എന്തെന്നാ തോന്നണെന്നറിയോ? എനിക്ക് കുഞ്ഞിപ്പുഴുവിൻ്റെ പോലെ ഇല്ലേ? എനിക്ക് കുഞ്ഞിപ്പുഴുവിൻ്റെ പോലെ തോന്നാല്ലേ? ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക അടുത്തത്? നെക്സ്റ്റ് ഇനി എന്താണ് ചെയ്യുക? നമുക്ക് ഇതിങ്ങനെ വളക്കാം. ഇവിടെ ഇങ്ങനെ ആക്കട്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ആക്കാം, ഇവിടെ സ്ട്രെയിറ്റ് ആക്കാം. അതെന്തിനാടാ സ്ട്രെയിറ്റ് ചെയ്യുന്നേ? നമുക്ക് ഇങ്ങനെ വളച്ച് വെക്കണ്ടേ, ഇങ്ങനെ ലോക്കാക്കണ്ടേ. ഇവിടെ എന്നിട്ട് ഇങ്ങനെ 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 വെക്കാം. ഈ ഭാഗം എന്നിട്ട് ഇപ്പൊ ഫ്ലവറായി. ഗുഡ് ഐഡിയ. ഒക്കെ മറന്ന് ഉപയോഗിക്കാം. ഇപ്പൊ അതൊരു കുട്ടി ഫ്ലവറായി. കണ്ടോ? എടാ, ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ അല്ലേടാ അത്? സെറ്റായി അത് മൊത്തം. ഫ്ലവറൊക്കെ സെറ്റായി. അതുമ്മല് ചെറിയൊരു ഗം വെച്ചിട്ട് ഒട്ടിച്ചു. കണ്ടോ, ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ. കണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഇതാണ് കേട്ടോ ഹയാപ്പി. ഇതാണ് ഹയാപ്പിയുടെ കുട്ടി ഫ്ലവർ. ഇനി ഉമ്മിച്ചൊരു ഫ്ലവർ ഉണ്ടാക്കി തരട്ടെ? ഓക്കെ, ഉണ്ടാക്കിയത് ഇനി ഇങ്ങനെ മടക്കാം അല്ലേ? ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഇതാക്കിയിട്ട്
ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? അടിയിലത്തത് കുഞ്ഞ്, അയ്യോ ഓക്കെ. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടോ വേണ്ട. ഇപ്പോൾ ഒരു ലീഫിൻ്റെ സ്റ്റൈലായിട്ടുണ്ട്. നേരത്തെ നമ്മൾ അതുപോലെ തന്നെ ഇട്ടാ പിങ്ക് ഷെയ്ഡും ചെയ്ത് എന്നിട്ട് ജസ്റ്റ് നൂല് കൊണ്ടൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക. കണ്ടോ? എന്നിട്ടൊരു ലീഫിൻ്റെ സ്റ്റൈലിൽ ഇതിനെ സെറ്റ് ചെയ്യുക. എടാ ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് കണ്ടാ സംഭവം കണ്ടോ? ഇതിങ്ങനെ. ഇനി ഒരു ഷെയ്ഡും കൂടി വേണ്ടടാ. അതെടാ ഇനി അതെടുക്കുക. അതുപോലെ തന്നെ ഇതും എടുക്കുക. കണ്ടാ? ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഫോൾഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉണ്ടോ കെട്ടിക്കൊടുക്കുക. എടാ കത്രിക ഒന്നെടാ. കണ്ടോ? കത്രിക വെച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ? നല്ല ഭംഗിയുള്ള 3 ലീഫ് കിട്ടിയില്ലേ നമുക്ക്. ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണ്ടേ? ഇങ്ങനെ ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തു. കണ്ടോ? എങ്ങനെ ഇത് നമ്മൾ നേരത്തെ ഒരു എടാ ആ ഡാർക്ക് കളറ് അതുപോലത്തെ പെറ്റലുണ്ടെന്ന് അതെടുക്കടാ. അല്ല അത് ഡാർക്ക് ഓക്കെ. കണ്ടോ? ഇത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ജസ്റ്റ് ഇതേതാ ജസ്റ്റ് ഇങ്ങനെ ബോള് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ ഒരു മൾട്ടി കളറ് ഫ്ലവർ പോലെ ആയില്ലേ? ഹാപ്പി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ ഐഡിയയിൽ ഒരു കുഞ്ഞു ഫ്ലവറാണ് അപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഒരു ക്രാഫ്റ്റുമായും വരുന്നത് വരെ ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.